ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ താമോദര മാസം തുടങ്ങിയല്ലോ. താമോദര മാസം തുടങ്ങിയത് കാരണം ഞാൻ കൃഷ്ണന് നെയ്വിളക്ക് വെക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും വെക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ ഞാൻ നെയ്ദീപമൊക്കെ വെച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് മേളിൽ വന്നു. ഇൻട്രോവിന് താഴെ എടുത്തുകൊണ്ട് വരാനിട്ട് വന്നതാണ്. അപ്പം വെളിയിൽ നോക്കിയപ്പോൾ നല്ല മഞ്ഞുണ്ട്. കണ്ടോ, നല്ല മഞ്ഞാണേ. ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല. അവിടെയൊക്കെ വീടുകളുണ്ട്, ആ വീടൊന്നും കാണാൻ പറ്റുന്നില്ല. അത്രയും മഞ്ഞ് മൂടി വന്നിരിക്കും. പിന്നെ ഞാൻ അവനെ താഴെയൊക്കെ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അവനവിടെ കൊണ്ടുവന്ന് കിടത്തിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് അവൻ്റെ പാലും അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ക്ലീനിങ് കുറച്ച് വീട്ടിൽ കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു. പൊടിയൊക്കെ ടി വിയുടെ ഇടയിലൊക്കെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തായിരുന്നു. ഇതെന്തുവാണെന്നറിയോ, ഇത് ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണേ. ഡോറിലൊക്കെ ചെതൽ വന്ന് കയറുന്നുണ്ട്. അപ്പോൾ അത് കാരണം ട്രീറ്റ്മെൻറ്റ് എടുത്ത് 5 വർഷം വരയ്ക്കും നമുക്ക് ചെതലൊന്നും വരില്ല എന്നാണ് പറയുന്നവർ. അങ്ങനെ അതൊക്കെ ചെയ്ത് പിന്നെ അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ വീടെല്ലാം തുടയ്ക്കാനായിരുന്നു. പൊടിയായിരുന്നു അകത്ത് ഒക്കെ ഡ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പൊടിയെല്ലാം തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കുമ്പളങ്ങക്കറിയും പിന്നെ കൂണുമാണ് ഉണ്ടാക്കിയത്. ഇവിടെ ഇപ്പം അങ്ങനെ മീൻ അങ്ങനെ അധികം ഒന്നും മേടിക്കുന്നില്ല. കാരണം അച്ഛൻ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല മീൻ കഴിക്കാനായിട്ട്. വ്രതമൊക്കെ എടുക്കുന്ന കാരണം ഞാനും അധികം മീൻ കഴിക്കുന്നൊന്നുമില്ല. വല്ലപ്പോഴും ഒക്കെ മേടിച്ച് കഴിച്ചാലായി. അങ്ങനെയാണിപ്പം പോകുന്നത്. പിന്നെ കറിയെല്ലാം വെച്ചു, പാത്രമൊക്കെ കഴുകി. അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും ഇൻട്രുവാതെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ വെളിയിൽ ഇറങ്ങി നിന്നു. കുറച്ച് നേരം അവനെ വെളിയിൽ കൊണ്ടുപോയി ഇരുത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.